പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവിൽ പ്രിയമുള്ളവരെ, വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രത്യേകം പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഏറെ സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഒപ്പം നിങ്ങളെ ഇരട്ടി അനുഗ്രഹിക്കുവാൻ ഈ സാക്ഷ്യം അല്ലെങ്കിൽ വചനജ്വാല ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഈ ശുശ്രൂഷ, ഈ വചനഭാഗം മറ്റു മക്കളുമായി നിങ്ങൾ പങ്കുവെക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ ഇരട്ടി അനുഗ്രഹം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ആലോചന ചോദിക്കണം. അങ്ങനെ ആലോചന ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം നമ്മുടെ രീതിയിൽ കർത്താവ് വെളിപ്പെടുത്തും. ഈ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ഈ മകൾ ജീവിതത്തിൽ ജീവകാളിയെ ഏത് റേഞ്ചിലുള്ള ആളെ വേണമെന്ന് ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ അത് അഭിഷേക സമയത്ത് കർത്താവ് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ ഏറെ സന്തോഷമുള്ള UK-യിലെ എയിൽസ്ബറി എന്ന സ്ഥലത്താണ് ഇവിടെ ധ്യാനം നടത്തിയപ്പോൾ ഇവർ ധ്യാനത്തിൽ പങ്കെടുത്തു. എങ്കിൽ പ്രിയമുള്ളവരെ, അച്ഛൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു. ഒപ്പം ഇവരുടെ സാക്ഷി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ലിനു. ഞങ്ങളിപ്പോൾ UK-യിലാണുള്ളത്. ഇതെൻ്റെ ഹസ്ബൻഡ് ഫ്രാങ്കോ, ഇത് ഞങ്ങളുടെ മോൻ എഫ്രൈം. ഞങ്ങൾ ഇവിടെ UK-യിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. ഇന്നലെ ഇവിടെ വെച്ച് നടന്ന ഒരു ഏകദിന ധ്യാനത്തിൽ ബെന്നിയച്ചൻ ഇവിടെ വന്നത് അറിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയുണ്ടായി. എൻ്റെ വീട് ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിനടുത്തുള്ള തലക്കോട്ടുകരയിലാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് അച്ഛനെ പരിചയമുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വളരെ അതിയായ സന്തോഷത്തോടു കൂടി കുറേ നാളുകൾക്ക് ശേഷം കാണാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയതാണ്. ഞാൻ ഇന്നലത്തെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പം എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു അനുഭവം പങ്കുവയ്ക്കാനിടയായി. അത് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നിൽക്കുന്നത്. ഞാൻ MSc കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങൾക്ക് വിവാഹം ആലോചന നടത്തട്ടെ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് വിവാഹം കഴിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ധ്യാനത്തിലൊന്ന് കൂടിക്കോട്ടെ, എന്നിട്ട് ഞാനൊരു തീരുമാനം പറയാം, എനിക്ക് കുറച്ച് സമയം, ഒരു ക്വൈറ്റ് സമയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 ദിവസത്തെ യുവജന ധ്യാനം ആ സമയത്ത് ഗാകുൽത്തയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഞാൻ അവിടെ ധ്യാനത്തിന് പങ്കെടുക്കാൻ പോയി. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങളവിടെ മൊബൈൽ അങ്ങനത്തെ സംഭവങ്ങൾ ഔട്ട്സൈഡ് വേൾഡായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിന്നത്. ഞങ്ങൾ ആ ധ്യാനത്തിൻ്റെ ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സമയത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള സമയത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നടന്ന ശുശ്രൂഷയിൽ വെച്ചിട്ട് അച്ഛൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരു സമയത്ത് അതിൽ നിന്ന് നിർഗളിച്ച ഒരു ശക്തി എനിക്ക് അറിയില്ല. ആ സമയത്തുണ്ടായ ഫീൽ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷെ ആ സമയത്ത് അതിൽ നിന്നുണ്ടായ ഒരു ശക്തി കാരണം കൊണ്ട് എനിക്കെന്തോ വലിയൊരു അഭിഷേകം കിട്ടിയതായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നത്. എന്താ സംഭവിക്കണേന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങനെ തളർന്ന് അങ്ങനെ താഴെ വീഴുകയാണ് ഉണ്ടായത്. ഞാൻ മുമ്പ് അങ്ങനെ കുറേ ധ്യാനത്തിന് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ആദ്യമായിട്ട് എനിക്ക് ഈശോനെ നന്നായി അനുഭവിക്കാനായിട്ട് സാധിച്ചു. അപ്പം അന്ന് ഞാൻ ഈ ധ്യാനത്തിനുണ്ടായിരുന്ന എൻ്റെ ഒരു നിയോഗം എന്ന് പറയണത്, ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കണോ, എങ്ങനത്തെ ഒരു പങ്കാളിനെയാണ് എനിക്ക് കിട്ടേണ്ടത്, അങ്ങനത്തെ കുറേ ടെൻഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആശങ്കകളായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത്, ഈ അഭിഷേകത്തിൻ്റെ സമയത്ത് എനിക്കങ്ങനെ ഒരു തോന്നലുണ്ടായി. അത് എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല. എനിക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഒരു റിസർച്ചറായിട്ടുള്ള ഒരാളായിരിക്കും, പിന്നെ ലാബിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും എന്നാണ് എനിക്കത് കാണിച്ചു തന്നത്. അതിനുശേഷം കുറേ സമയം കുർബാനയ്ക്ക് ഇടയിലൊന്നും എനിക്കങ്ങനെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റിട്ട് എപ്പോഴാണ് അങ്ങനെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. കുർബാനയൊക്കെ കഴിഞ്ഞ് കുറേ സമയം അങ്ങനെ തന്നെ ആ ഒരു അഭിഷേകത്തിൽ നിൽക്കാനായിട്ട് തമ്പുരാൻ അനുവദിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് MPhilന് അപ്ലിക്കേഷൻ ഇട്ടിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി പപ്പയോടും മമ്മിയോടും പറഞ്ഞു, നിങ്ങൾ കല്യാണം ആലോചിച്ചോ, ഞാൻ എന്തായാലും പഠിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ MPhilന് കോഴ്സിന് പോയി. കോഴ്സ് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി തീസിസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. അതിന് മുമ്പും പ്രപ്പോസൽസ് വന്നായിരുന്നു, പക്ഷേ ഇച്ചാൻ്റെ പ്രപ്പോസലാണ് വന്നത്. ആ സമയത്ത് അത് അങ്ങനെ പ്രൊസീഡായി. ഇപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ടൊരു 10 വർഷമായി സുഖമായിട്ട് ജീവിക്കുന്നു. അതിനുശേഷം ജീവിതത്തിലുണ്ടായ എന്ത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ വന്നാലും
സന്തോഷമായാലും ദുഃഖമായാലും തമ്പുരാൻ നോക്കിക്കോളും, അല്ലെങ്കിൽ തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചു. അന്നത്തെ ആ ഒരു അഭിഷേകത്തിനും അതിന് ശേഷമുണ്ടായ തമ്പുരാനോട് കൂടുതൽ ആ ഒരു അടുപ്പം ഉണ്ടാവാനുള്ള അവസരം ലഭിച്ചതിനും ഒരുപാട് നന്ദി ഈശോയോട് അറിയിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോർക്ക് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ നമ്മൾ ആ തീരുമാനം ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് സഹായിക്കും. ഇവർ ജീവിതത്തിൽ സംഭവിച്ചത് എങ്കിൽ ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന സർവ്വ മക്കൾക്കും ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കാനുള്ള കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ധ്യാനത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ നേരത്തോടെന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.